ഹായ്, ഇസ് മീ ഫ്രണ്ട്സ്. എല്ലാവർക്കും ബ്ലാക്ക് ടേബിൾ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പിയല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പർ ലൈഫ് ഫാസ്റ്റ് ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവായി. യൂണിഫോം സിവിൽ കോഡ്, ഏകീകൃത സിവിൽ കോഡ്. അങ്ങനെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായിട്ട് ഉത്തരാഖണ്ഡ് മാറിയിരിക്കുന്നു. ജനുവരി 27, അതായത് ഇന്നു മുതലാണ് അവിടെ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. അവിടെ BJP ആണ് ഭരിക്കുന്നത്. തുടർച്ചയായ രണ്ടാം തവണയും അവിടെ BJP സർക്കാരാണ് ഭരിക്കുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് ഉത്തരാഖണ്ഡ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നത്. അത് അവർ നടപ്പിലാക്കിയിരിക്കുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇത് നടപ്പിലാക്കിയത് എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞത്. പുഷ്കർ സിംഗ് ധാമിയാണ് അവിടുത്തെ BJP സർക്കാരിൻ്റെ മുഖ്യമന്ത്രി. പുഷ്കർ സിംഗ് ധാമി അതായത് എല്ലാവിധ ചട്ടങ്ങളെയും അതോടൊപ്പം ഉദ്യോഗസ്ഥർക്ക് വേണ്ടത്ര പരിശീലനം കൊടുത്തും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷമാണ് അവർ ഈ നിയമം നടപ്പിലാക്കിയത്. ഇത് അതായത് അവർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ 2022 അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ഇതിനുള്ള പരിശ്രമങ്ങളും തുടങ്ങിയിരുന്നു. അപ്പോൾ തന്നെ ഇതിനുവേണ്ടി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റിയെ കൊണ്ട് പൊതുജനങ്ങൾക്കിടയിൽ ഇതിനെക്കുറിച്ച് ആശയവിനിമയം നടത്തി റിപ്പോർട്ടുകൾ സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ പൊതുജനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്തുന്നു, സർവേ നടത്തുന്നു, അതോടൊപ്പം അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തി ഏകദേശം 1.5 വർഷത്തെ ഇതിന് ശേഷം അവർ റിപ്പോർട്ട് സമർപ്പിക്കുന്ന. ആ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഈ നിയമം നടപ്പിലാക്കുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിപ്പബ്ലിക് ഡേ, അതായത് ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ പിറ്റേ ദിവസം തന്നെ ഇത് നടപ്പിലാക്കിയെന്നതും മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്. അങ്ങനെ ഉത്തരാഖണ്ഡിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു. അതായത് യൂണിഫോം സിവിൽ കോഡ്, എല്ലാ പൗരന്മാർക്കും തുല്യമായ നിയമം, അതായത് മതം നോക്കാതെയുള്ള തുല്യമായ നിയമം, എല്ലാവർക്കും ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യമായ നിയമമാണിത്. നിയമം നടപ്പിലാക്കുക എന്നാണ് ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വിവാഹമോചനം, പിന്തുടർച്ചാവകാശം, ദത്തെടുക്കൽ, അങ്ങനെയുള്ള മതം നോക്കാതെ എല്ലാ പൗരന്മാർക്കും തുല്യമായ നിയമം നടപ്പിലാക്കുന്ന ആ ഒരു ഇത് ഉത്തരാഖണ്ഡിൽ നമ്മുടെ രാജ്യത്തെ നടപ്പാക്കിയിരിക്കുന്നു ആദ്യ സംസ്ഥാനമായിട്ട്. ബ്രിട്ടീഷ് രാജ് കാലഘട്ടത്തിലാണ് അതായത് മതപരമായ നിയമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തത്. അത് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മറ്റു സംസ്ഥാനങ്ങളൊക്കെ നടപ്പിലാക്കുമോ ഇല്ലയോ എന്നറിയില്ല. ഏതായാലും ഉത്തരാഖണ്ഡ് അതിന് വഴി തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറയാം. ഏകീകൃത സിവിൽ കോഡ് നിയമം, യൂണിഫോം സിവിൽ കോഡ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.